ഹലോ, എല്ലാവരുടെയും നോമ്പൊക്കെ എങ്ങനെ പോകുന്നത്? ഇപ്പോൾ ഫുൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ റമദാൻ സീരീസ് ആണല്ലേ. എനിക്കും പൂതിയൊക്കെ ഉണ്ട്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ എന്നും വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും എന്നെക്കൊണ്ട് നടക്കൂല. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ നോമ്പ് വിശേഷം കാണിച്ചു തരാം. ഇന്ന് തറവാട്ടിൽ നിന്നാണ് കേട്ടോ ഞങ്ങളുടെ നോമ്പ് പറ. എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ എൻ്റെ തറവാട്. ഈവനിങ് ആകുമ്പോഴേക്കും എല്ലാവരും നല്ലപോലെ ക്ഷീണിക്കും. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ തുടങ്ങിയിട്ട് പ്രിപ്പറേഷൻസ്. ചിക്കൻ ദം ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. എൻ്റെ അമ്മായി നല്ലപോലെ ബിരിയാണി വെക്കും. വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിലും അമ്മായിയാണ് ബിരിയാണി, മന്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ബിരിയാണി മാത്രമല്ല, പിന്നെ 2 സ്നാക്സും ഉണ്ട്, പത്തിരി ഉണ്ട്, ജ്യൂസ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. 2 വീട്ടുകാരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ തന്നെ ഉണ്ട് ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ. മിക്കപ്പോഴും ഇങ്ങനെ നോമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവാറ്. കൂടിയാൽ പിന്നെ പറയുകയും വേണ്ട, ഒച്ചയും ബഹളവും എല്ലാം ആയിരിക്കും. ഞാൻ വീഡിയോ എടുക്കുന്നത് എല്ലാവരും കട്ട സപ്പോർട്ടാണെങ്കിലും വീഡിയോയിൽ വരാൻ എല്ലാവർക്കും മടി. ആരെങ്കിലും വീഡിയോയിലൊന്ന് ഇൻക്ലൂഡ് ആയി പോയി അപ്പോൾ തന്നെ പറയും അത് വെക്കരുത്, അത് ഒഴിവാക്കണം, ഡിലീറ്റ് ചെയ്യണമെന്ന്. സ്നാക്സ് ഉണ്ടാക്കുന്നതിൻ്റെ മുഴുവൻ ചുമതലയും ഞങ്ങൾക്കായിരുന്നു കേട്ടോ. പിന്നെ പത്തിരി, ബിരിയാണി, കറി ഇതൊക്കെ വലിയവർ നോക്കും. എന്നെ വീഡിയോ എടുക്കാൻ അനാവശ്യമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഇവള്. ആവേശം കുറച്ച് കൂടുതലായതുകൊണ്ട് പറഞ്ഞപ്പോൾ അങ്ങ് കേൾക്കുകയും ചെയ്തു. തുടങ്ങിയപ്പം ഒരു രസമൊക്കെ ഉണ്ട്. എവിടം വരെ പോകും നോക്കാം. നേരത്തെ തുടങ്ങിയോണ്ട് കുക്കിംഗ് പരിപാടിയൊക്കെ വേഗം തന്നെ കഴിഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈവനിങ് കുറച്ച് നേരം വെറുതെ ഇരിക്കാനായി. ആദ്യം നമ്മൾ മുറ്റത്തിരുന്ന് നോമ്പ് തുറക്കാന്ന് കേട്ടോ വിചാരിച്ചു. അതിനിടെ ഞങ്ങൾ മുറ്റം ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ മഴക്കുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ ക്യാൻസലാക്കി. പിന്നെ അകത്ത് ഹോളിൽ നിന്ന് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നിലത്തെല്ലാം കൊണ്ടുവച്ച് സെറ്റാക്കി. തുറക്കാൻ നേരമായപ്പോൾ എത്തിയ ടീംസാണ് കേട്ടോ ഇത്. എന്നാൽ ശരി, ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ. ബൈ.